ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന്റെ ബേസിക് കണ്ടീഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് എ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് പി പാരലൽ ടു വി പി, അതായത് എക്സ് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും വി പിക്ക് പാരലൽ ആയിട്ടും ഇരിക്കുന്ന ഒരു ലൈനിന്റെ കണ്ടീഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം റെഫറൻസ് ഫ്രെയിംസിനെ കുറിച്ച് അറിയാം, അതായത് എച്ച് പി എന്താണെന്നും വി പി എന്താണെന്നും എല്ലാവർക്കും അറിയാം. എങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എച്ച് പിയും വി പിയും ഒന്ന് സെറ്റ് ചെയ്യാം. നോക്കുക, ഇതാണ് എച്ച് പി, നമ്മുടെ എച്ച് പി എന്ന് പറയുന്നത് ഇതാണെന്ന് ഇമാജിൻ ചെയ്യുക. വി പി എന്ന് പറയുന്നത് ഈ ബോർഡ് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ബോർഡാണ് വി പി എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ലൈൻ ഇതാണ്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ഇരിക്കുന്ന ലൈൻ ഇങ്ങനെയാണ്, അതായത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. നോക്കുക, ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വന്നത് എച്ച് പിയിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ എച്ച് പി ആയിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഇത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വി പിക്ക് പാരലൽ ആണ്, കാരണം ഇത് രണ്ട് ഡയറക്ഷനിൽ ഈ എക്സ് ഓർ വൈ ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വി പി ആയിട്ട് മീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് വി പിക്ക് പാരലലുമാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ലൈനിന്റെ കണ്ടീഷൻ. ഇനി ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എങ്ങനെയാണ് പ്രൊജക്ഷൻ വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇമാജിനേഷൻ വേണം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എന്താണ് എന്നുള്ളത് നോക്കുക. നമ്മൾ പോയിന്റിന്റെ പ്രൊജക്ഷൻ കണ്ടതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് ആണ്. അതായത് ഈ കംപ്ലീറ്റ് ലൈനിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലൈനിന്റെ ട്രൂ ലെങ്ത് ആണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതായത് നേരെ ഇത് പ്രൊജക്ട് ചെയ്ത് വി പിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ലെങ്ത് എത്രയുണ്ടോ അത്രയും ലെങ്ത് തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വ്യൂല് കിട്ടുന്നത് ലൈനിന്റെ ട്രൂ ലെങ്ത് ആണ്. ഇനി ടോപ്പ് വ്യൂല് കിട്ടുന്നത് നമുക്ക് മോളിൽ നോക്കുമ്പോൾ കാണുന്നതാണല്ലോ ടോപ്പ് വ്യൂ. അതായത് ഇവിടെ നമ്മൾ നോക്കണം, ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പോയിന്റ് മാത്രമാണ്. അതായത് ഈ ലൈനിന്റെ ഈ ടോപ്പിലെ പോയിന്റ് ആണ് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പൊ പ്രൊജക്ട് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ ഇവിടെ ആയിട്ട് വരും. അതായത് ഈ എച്ച് പിയിലാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത്. ടോപ്പ് വ്യൂ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ ആ പോയിന്റ് ഇവിടെ എച്ച് പിയിലും വരും. അപ്പൊ ഓൾറെഡി നമുക്ക് വി പിയില് എന്ത് കിട്ടി? ഈ പറഞ്ഞതുപോലെ ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് കിട്ടി. ടോപ്പ് വ്യൂല് നമുക്ക് പോയിന്റ് കിട്ടി. ഇനി പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എച്ച് പി നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് വൈ ലൈൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എക്സ് വൈ ലൈനിന്റെ ടോപ്പിലായിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ, അതായത് വെർട്ടിക്കൽ ലൈൻ നമുക്ക് കിട്ടും. താഴെയായിട്ട് നമുക്ക് പോയിന്റ് കിട്ടും, ടോപ്പ് വ്യൂ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ കണ്ടീഷൻ, അതായത് ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി നമ്മൾ സോൾവ് ചെയ്യുക. അതായത് നമുക്ക് മനസ്സിലാവേണ്ടതും അത് തന്നെയാണ്. അതായത് ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി പാരലൽ ടു വി പി എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ലൈനിന്റെ ട്രൂ ലെങ്ത് കാണും. അത് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട് വ്യൂല് കാണുന്നത്. ടോപ്പ് വ്യൂല് നമ്മൾ പോയിന്റ് മാത്രം കാണും. ഓക്കെ, അത് എക്സ് വൈ ലൈനിന്റെ താഴെയായിട്ടായിരിക്കും കാണും. ഇനി നമുക്ക് എക്സസൈസ് ചെയ്ത് അത് കുറച്ചും കൂടി മനസ്സിലാക്കാം. ഓക്കെ, നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് ലൈൻ എ ബി 50 millimeter long has its end A 20 millimeter above XP and 30 millimeter in front of VP. Draw the projections of the line if it is perpendicular to XP and parallel to VP. അപ്പോൾ ലൈനിന്റെ പേര് എ ബി എന്നാണ്. ലൈനിന്റെ ട്രൂ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. ലൈൻ എ ബി 50 mm ലോങ്, അതായത് ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 50 millimeter ആണ്. ഇനി അതിന്റെ ഒരു എൻഡിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈനിന് രണ്ട് എൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് ലൈൻ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു എൻഡ് എയും ഒരു എൻഡ് ബിയും ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ എൻഡ് എയുടെ കേസാണ് അവർ പറഞ്ഞത്. എൻഡ് എ ഈസ് 20 millimeter എബോവ് എക്സ് പി ആൻഡ് 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് എൻഡ് എ എന്ന് പറയുന്നത് എക്സ് പിയെ കാട്ടിലും 20 millimeter മുകളിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയാണ് നമ്മുടെ എക്സ് പി എങ്കിൽ എച്ച് പി യെക്കാളും 20 millimeter മുകളിലാണ്, അതായത് മുകളിലേക്ക് ഉയർന്നാണ് നമ്മുടെ എൻഡ് എ ഇരിക്കുന്നത്. ഈ താഴെ ഈ ക്യാപ്പ് ഇല്ലാത്ത പോർഷൻ ആണ് എൻഡ് എ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് എൻഡ് എയുടെ പൊസിഷൻ. വി പിയിൽ നിന്ന് 30 millimeter ഇൻ ഫ്രണ്ട് ആണ്, അതായത് വി പി യെക്കാളും 30 millimeter ഇൻ ഫ്രണ്ട് ആണ്. ഓക്കെ, ഇനി ബാക്കി, അതായത് ബിയുടെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ബാക്കിയുള്ള ക്വസ്റ്റ്യനിൽ നിന്നും അതിന്റെ കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ഇഫ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ. അപ്പൊ ലൈൻ ഇരിക്കുന്നത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും വി പിക്ക് പാരലൽ ആയിട്ടുമാണ്. അപ്പൊ നമുക്ക് എൻ ഡി എയുടെ ഫീച്ചേഴ്സ് മാത്രം മതി. അതായത് എൻ ഡി എ 20 millimeter എബോവ് ആണെന്നും 30 millimeter ഇൻ ഫ്രണ്ട് ആണെന്നും പറയുന്ന ആ കാര്യത്തിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് അണ്ടർസ്റ്റുഡ് ആണ്. അതായത് ലൈൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 20 ആണ്. വി പി ഇങ്ങോട്ടേക്കുള്ള ലൈനിന്റെ ഡിസ്റ്റൻസ് 30 ആണ്. ഇതാണ് ലൈനിന്റെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫ്രണ്ട് വ്യൂ ഇവിടെ വരും,
ടോപ്പ് വ്യൂ പോയിന്റ് ആയിട്ട് താഴെയും വരും. ഓക്കെ, അതെങ്ങനെ നമുക്ക് വരയ്ക്കാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ആദ്യമേ XY ലൈൻ വരയ്ക്കുക. XY ലൈൻ അറിയാം, നമുക്കൊരു കണ്ടിന്യൂസ് തിൻ ലൈൻ ആണ്, ഇതൊരിക്കലും ഡാർക്ക് ആക്കി വരയ്ക്കരുത്. ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്നു. ലൈനിന്റെ പേര് AB ആണ്, അതിന്റെ ലെങ്ത് 50 ആണ്, എൻഡ് A ആണ് അവർ തന്നിരുന്നത്. എൻഡ് A is 20 mm above XP and 30 mm in front of VP. ഇങ്ങനെയായിരുന്നു നമുക്ക് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലൈൻസിന്റെ ഏത് പ്രോബ്ലം, അതിപ്പോ ഈ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ ബേസ് കണ്ടീഷൻസ് ആണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ് ആണെങ്കിലും അവിടെ എല്ലാം നമുക്കൊരു എൻഡ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള എൻഡ് എന്ന് പറയുന്നത് എൻഡ് A ആണ്. എൻഡ് A ആണ്, കാരണം എൻഡ് എയുടെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. എൻഡ് A is 20 mm above XP and 30 mm in front of VP. ഇത് നമ്മൾ ഫെമിലിയർ ആണ്, കാരണം നമ്മൾ പോയിന്റ്സിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. പോയിന്റ് A is 20 mm above XP and 30 mm in front of VP എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് നമുക്കറിയാം. അപ്പൊ അതേ രീതിയിൽ തന്നെ ഇവിടെയും ഞാൻ ചെയ്യുന്നു. അതായത് എൻഡ് A is 20 mm above XP, ആ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് 20 ആണ്. ഞാൻ അവിടെ A ഡാഷ് എന്ന് മാർക്ക് ചെയ്തു, അതായത് എയുടെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. പ്രൊജക്ഷൻ ലൈൻ താഴത്തേക്ക് ഇട്ടു. അതിന്റെ ടോപ്പ് വ്യൂ, എന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, അവിടെ ഞാൻ എയും മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എയുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ആണ് കിട്ടേണ്ടത് ബി. ബിയെ കുറിച്ച് അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇമാജിൻ ചെയ്യുക. അതായത് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു XP ആൻഡ് പാരലൽ ടു VP. അങ്ങനെ പറയുമ്പോൾ ആ ലൈൻ ഇങ്ങനെ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ബോർഡിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഈ താഴത്തെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് 20 ആണെന്ന് അവർ പറഞ്ഞു. അപ്പോ ഓഫ് കോഴ്സ് ഇവിടുന്ന് ബാക്കി മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 50 ആണ്, കാരണം ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 50 ആണ്. അതായത് XP യിൽ നിന്നും 70 mm എബോവ് ആയിട്ടായിരിക്കും എന്ത് നിൽക്കുക? ബി നിൽക്കുക. അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇനി നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ലൈനിന്റെ ഫുൾ ലെങ്ത് നമ്മൾ കാണും. അതായത് ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. അപ്പൊ ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് ആണ് ബി ഡാഷ്. ഈ പോയിന്റ് ആണ് ബി ഡാഷ്. അപ്പൊ ഇതാണ് ലൈനിന്റെ ട്രൂ ലെങ്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ലെങ്ത് നമുക്കൊന്ന് ഡയമെൻഷൻ ചെയ്യാം. ലൈനിന്റെ ലെങ്ത്, ഡയമെൻഷൻ ലൈനും കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ്, ഡാർക്ക് ആക്കി വരയ്ക്കരുത്. 70 അല്ല, 50 mm. ഈ ലെങ്ത് 50 mm ആണ്. ഇനി അതുപോലെ തന്നെ താഴെ നമുക്ക് ഡയമെൻഷൻ പിന്നീട് ചെയ്യാം. ഇനി ബാക്കിയുള്ള നോക്കാം. അതായത് ഇനി നമുക്ക് ഈ ലൈനിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മോളിൽ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പൊ മോളിൽ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ, അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആദ്യം ബി ആണ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ബി ആണ്, പിന്നീടാണ് എ കാണുന്നത്. പക്ഷെ ഓൾറെഡി നമ്മൾ എ വരച്ചു കഴിഞ്ഞു. ഇനി ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് VP ന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി എയിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിരുന്നു. അതായത് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് എ. ലൈൻ VPക്ക് പാരലൽ ആയതുകൊണ്ട് തന്നെ ബിയിലേക്കുള്ള ഡിസ്റ്റൻസും 30 mm തന്നെയാണ്. അപ്പോ അതായത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ബി, അതും 30 mm ഇൻ ഫ്രണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി ആയിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ കാണാത്ത പോയിന്റ് ആണ് എ, അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ എ കൊടുത്തു. കാരണം നോക്കുക, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ടോപ്പ് വ്യൂവിൽ കാണുന്നത് ബി ആണ്, കാണാത്തത് എ ആണ്. ബിയുടെ നേരെ താഴെയാണ് എ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പോയിന്റ് മാത്രമേ കാണാൻ കഴിയുള്ളൂ, ആ പോയിന്റ് ബി ആണ്. അതുകൊണ്ട് ഞാൻ ബി പുറത്തെഴുതി, ബ്രാക്കറ്റിൽ എ എഴുതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ഇതിനകത്ത് ഡയമെൻഷൻ കൂടി ചെയ്യണം, ബാക്കിയുള്ള ഡിസ്റ്റൻസുകളും കൂടി അതും കൂടെ ചെയ്യാം. ഡയമെൻഷൻ ലൈൻസ് എല്ലാം കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ്, മറന്നുപോകണ്ട. ആരോ ഹെഡ്സ് പെർഫെക്റ്റ് ആയിട്ട് ഇടുക. 30, ഈ ഡയമെൻഷൻ 20. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതായത് എ ലൈൻ പെർപെൻഡിക്കുലർ ടു XP പാരലൽ ടു VP, എൻഡ് A is 20 mm above XP and 30 mm in front of VP. അങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ കാണുന്നത് ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ലൈനിന്റെ ട്രൂ ലെങ്ത് ആണ്, which is perpendicular to XY line. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, if a line is perpendicular to XY line in the front view, then the line is perpendicular to XP. അതായത് ലൈൻ XY ലൈന് ഫ്രണ്ട് വ്യൂവിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇപ്പൊ കാണുന്നത് പോലെ ഫ്രണ്ട് വ്യൂവിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് XP ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്.
ഇനി ഈ കണ്ടീഷനിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് ഒരു ലൈൻ എക്സ് വൈ ലൈന് പാരലൽ ആണ് ഫ്രണ്ട് വ്യൂലെങ്കിൽ, അതായത് ഇപ്പൊ നോക്കുക എക്സ് വൈ ലൈൻ പാരലൽ ആയിട്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഈ ലൈൻ എക്സ് പിക്ക് പാരലൽ ആയിരിക്കും. ഇനി ഈ ലൈൻ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ നോക്കുക, ഇപ്പൊ ഇങ്ങനെ കാണുന്ന കണ്ടീഷനിൽ ഈ എ ബി എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ അത് എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഫ്രണ്ട് വ്യൂൽ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അത് എക്സ് പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളും കൂടി ഇതിന്റെ കൂടെ ഓർത്തിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ കണ്ടീഷൻ സോൾവ് ചെയ്യുക. അതായത് ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് പി ആൻഡ് പാരലൽ ടു ബി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും അത് നമുക്ക് എഴുതാം. അതായത് എ ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി, വി പിക്ക് പെർപെൻഡിക്കുലറും ആൻഡ് പാരലൽ ടു എക്സ് പി, പാരലൽ ടു എക്സ് പിക്ക് പാരലൽ. ഇങ്ങനെ വരുന്ന ഒരു ലൈനിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. ഈ കണ്ടീഷനിൽ ഇതാണ് എക്സ് പി, ലൈൻ പാരലൽ ടു എക്സ് പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന പാരലൽ ആണ്. ഈ കണ്ടീഷനിലെല്ലാം ലൈൻ എക്സ് പിക്ക് എങ്ങനെയാണ് പാരലൽ ആണ്. കാരണം ഇത് ഒരു കാരണവശാലും ഇങ്ങനെ ഒന്നും എക്സ് പിയിൽ മീറ്റ് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, അതായത് വി പിക്ക് പെർപെൻഡിക്കുലർ ആക്കണം. വി പിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയാലേ പറ്റുള്ളൂ. അതായത് വി പിയിൽ മീറ്റ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ലൈൻ ഇങ്ങനെ മാത്രമേ ഇരിക്കാൻ സാധിക്കുള്ളൂ. അതായത് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത്, അല്ലാതെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് എന്തായിരിക്കും, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അതായത് പ്രൊജക്ട് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പോയിന്റ് മാത്രമാണ്. ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാത്രമാണ്. ടോപ്പ് വ്യൂ ആണ് നമുക്ക് എക്സ് പിയിലായിട്ട് എന്ത് കിട്ടുന്നത്, ലൈനിന്റെ ട്രൂ ലെങ്ത് കിട്ടുന്നത്. ഓക്കെ, അതായത് ലൈനിന്റെ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എക്സ് പിയിലാണ്. ഓക്കെ, നമുക്കത് നോക്കാം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷൻ, എക്സ് പി ഇതാണ്, വി പി ഇതാണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അതായത് ലൈൻ ഇവിടെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക, ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ്. അതായത് ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി. നമ്മൾ ഈ എൻഡിൽ കാണുന്ന പോയിന്റ് ആദ്യമേ നമുക്ക് എഴുതാം. ആ പോയിന്റ് പേരൊന്നും നമ്മളിപ്പോ എഴുതുന്നില്ല, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, നോക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ജോയിനിങ് ആണ് എക്സ് വൈ ലൈൻ. ഇവിടെയാണ് നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. അതായത് ടോപ്പ് വ്യൂ കിട്ടുന്നത് എവിടെയാണ്, എക്സ് വൈ ലൈനിലാണ്. അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇവിടെ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിട്ടും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, ടോപ്പ് വ്യൂ താഴത്തേക്ക് വരും, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് താഴത്തേക്ക് ഉണ്ടാവും. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയിട്ട്. ഓക്കെ, ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഇനി എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, നോക്കുക. ഇതാണ് കണ്ടീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈൻ നമുക്ക് മറ്റൊരു പേരിടാം, സി ഡി 60 millimeter long, has its end C. നമുക്ക് സി യെ കുറിച്ചാണ് സംസാരിക്കുന്നത്. has its end C 15 millimeters above HP and 20 millimeters in front of VP. Draw the projections of the line if the line is നമ്മുടെ ഈ കണ്ടീഷൻ എന്താണ്, ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ലൈനിന്റെ പേര് സി ഡി ആണ്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കാം. ലൈനിന്റെ സി ഡി എന്ന് പറയുമ്പോൾ അതിന്റെ എൻഡ്സ് ആണ്. സി ഡി ആ ലൈനിന്റെ എൻഡ് ആണ്, എൻഡ്സ് ആണ് സി ഡി. ലൈനിന്റെ ലെങ്ത് 60 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻഡ് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് എൻഡ് സി ഈസ് 15 millimeter above HP and 20 millimeters in front of VP. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ എടുത്ത് എഴുതി. അതായത് ലൈനിന്റെ പേര് സി ഡി, ലൈനിന്റെ ലെങ്ത് 60, എൻഡ് സി 15 millimeters above HP, HP യെക്കാളും 15 millimeter above ആണ്.
ആൻഡ് 20 millimeters in front of VP. ഇതായിരുന്നു സിയുടെ കണ്ടീഷൻ. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് XY ലൈൻ വരയ്ക്കുക. XY ലൈൻ കണ്ടിന്യൂസ് തിൻ ലൈൻ ആണ്. എന്നിട്ട് നമ്മുടെ ഒരു എൻഡ് ഫിക്സ് ചെയ്യുക. അതായത് എൻഡ് സി ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എൻഡ് സി ഫിക്സ് ചെയ്യുക. സി ഫിക്സ് ചെയ്യുമ്പോൾ 15 millimeter above HP. C is 15 millimeters above HP. അപ്പൊ ഇവിടെ നമുക്ക് C ഡാഷ് എന്ന് എഴുതാം. ആൻഡ് പ്രൊജക്ട് ചെയ്യുക 20 millimeters in front of VP. അവിടെയാണ് അടുത്ത പോയിന്റ്. ടോപ്പ് വ്യൂ കിട്ടി. അതായത് സിയെ കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ തീർത്തു കഴിഞ്ഞു. അതായത് സി നമുക്ക് തന്നിരുന്നതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. ഇനി നമുക്ക് അടുത്ത പോയിന്റ് കാണണം, ഡി എവിടെയാണ് എന്നുള്ളത് കാണണം. പക്ഷെ ഡിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻ തന്നിരുന്നില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ലൈനിന്റെ കണ്ടീഷൻ ആയിരുന്നു. ലൈനിന്റെ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു, അതായത് പെർപെൻഡിക്കുലർ ടു VP. ലൈൻ VPക്ക് പെർപെൻഡിക്കുലർ ആണ്, XPക്ക് പാരലൽ ആണ്. ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത്. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്നത് ഈ പോയിന്റ് ആണ്. ഓക്കെ, അതായത് സി എന്ന് പറഞ്ഞാൽ VP യെക്കാട്ടിലും ഇതാണ് VP എങ്കിൽ VP യെക്കാട്ടിലും 20 millimeter ഇൻ ഫ്രണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇപ്പൊ എന്റെ വിരലിരിക്കുന്ന സ്ഥലത്താണ് സി ഉള്ളത്. പക്ഷെ അതിന്റെ ഫ്രണ്ടിലാണ്, അതിനെക്കാട്ടിലും പിന്നെയും കുറെ കൂടെ മുമ്പിലായിട്ടാണ് എന്ത് പോയിന്റ് നിൽക്കുന്നത്, ഡി നിൽക്കുന്നത്. ഡി നിൽക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാം. കാരണം ലൈനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 60. അതായത് ഈ പറഞ്ഞ 20 + 60 അത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടാണ് VP യിൽ നിന്നും ഡി നിൽക്കുന്നത്. അതായത് ടോട്ടൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് 80 millimeters ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി സി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ബാക്കിയുള്ള ഡിസ്റ്റൻസ്, അതായത് ലൈനിന്റെ ലെങ്ത് നേരെ താഴത്തേക്ക് കാണിക്കുക. ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ വരെ വരും. ഈ ലെങ്ത് 60 ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ പോയിന്റ് ഡി ആയി. ഓക്കെ ആണല്ലോ. ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ. അതായത് ലൈൻ VPക്ക് പെർപെൻഡിക്കുലറും HPക്ക് പാരലലും ആകുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂലാണ് ലൈനിന്റെ ട്രൂ ലെങ്ത് കിട്ടുന്നത്. മോളിൽ നോക്കുമ്പോഴാണ് ലൈനിന്റെ ട്രൂ ലെങ്ത് കിട്ടുന്നത്. പ്രൊജക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും വരച്ചിരിക്കുന്നത്. ലൈനിന്റെ ട്രൂ ലെങ്ത് ആയിട്ട് ടോപ്പ് വ്യൂവിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കാം, ഇവിടെ നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതായത് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്, അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതായത് ഈ പറഞ്ഞ കണ്ടീഷനിൽ തന്നെ VPയുടെ അടുത്ത് നിൽക്കുന്ന സി ആണ്. അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന പോയിന്റ് ഡി ആണ്. ഓക്കെ, അപ്പോ ഡി ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, സി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് സി ബ്രാക്കറ്റിൽ എഴുതുക, ഡി ഡാഷ് പുറത്തിടുക. കാരണം ഇതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് എന്തുള്ളത്, ഡി ഉള്ളത്. നോക്കി, VPയെക്കാളും എത്ര മില്ലിമീറ്റർ മുകളിലാണെന്നാണ് സി പറഞ്ഞിരുന്നത്, 15 millimeter മുകളിലാണ് സി. അതായത് ഞാൻ ഈ വിരൽ പിടിച്ചിരിക്കുന്ന പോയിന്റ് ഇവിടുന്ന് 15 millimeter മുകളിലാണ്. XPക്ക് പാരലൽ ആയതുകൊണ്ട് തന്നെ ഡിയും 15 millimeter മുകളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ആ പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ ലൈൻസ് എല്ലാം ലൈൻസ് ആണ്, വാർത്താക്കി വരയ്ക്കരുത്. ഇത് 15, 20, ലൈനിന്റെ ലെങ്ത് 6. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നത്. അതായത് ലൈൻ പെർപെൻഡിക്കുലർ ടു VP ആൻഡ് പാരലൽ ടു XP. അതായത് നമ്മളിപ്പോ കണ്ടത് ഇതിന് മുമ്പത്തെ കണ്ടീഷൻ ലൈൻ പെർപെൻഡിക്കുലർ ടു XP ആൻഡ് പാരലൽ ടു VP. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.